ഹായ് ഫ്രണ്ട്സ്, സഫാരി കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്ടെന്ന് വീട്ടിൽ എന്നെ കണ്ടപ്പോൾ അന്തം വിടണ്ട, അൻഫാലിക്ക ചെറിയൊരു യാത്രയിലായതുകൊണ്ട് പുതിയ കുറച്ച് കോമ്പാക്റ്റ് SUV മോഡലുകൾ നമ്മളെ ഷോറൂമിലെത്തിയപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി വന്നതാണ്. ഇന്ന് സഫാരി കാർസ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കോമ്പാക്റ്റ് SUV മോഡലുകളായ Audi Q5, ബെൻസിൻ്റെ GLC 220, BMW 2016 ന്യൂ ഷേപ്പിൽ വന്ന BMW X1, അതുപോലെ തന്നെ റേഞ്ച് റോവറിൻ്റെ ഇവോക്ക്. അങ്ങനെ ഈ 4 വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് കഴിയുന്നമാരെയൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം. ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ക്ഷമിക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ ലക്ഷറി ബ്രാൻഡുകൾക്കും ഓരോരോ സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളുണ്ട്. അതായത് ഹാച്ച് ബാക്ക്, സഡാൻ, SUV, MPV, അങ്ങനെ ഒരുപാട് വേരിയൻറ്റുകളിൽ ഓരോ ലക്ഷറി ബ്രാൻഡ് വാഹനം പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആ ബ്രാൻഡുകൾ പുറത്തിറക്കിയതിൽ കോമ്പാക്റ്റ് SUV മോഡലുകളായ 4 വാഹനങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് ഫസ്റ്റ് കാണിക്കാനുള്ള വാഹനം Audi Q5. ഈ ഒരു വാഹനം Audi Q5ൻ്റെ സെക്കൻഡ് ജനറേഷനിൽ വരുന്ന വാഹനമാണ്. Audi Q5ൻ്റെ ഈ ഒരു ഷേപ്പിൽ വരുന്ന വാഹനം, അതായത് 2010 മുതൽ 2016-17 കാലഘട്ടങ്ങളിലൊക്കെ ഇതിൻ്റെ ഓൾഡ് ഷേപ്പ് വാഹനമായിരുന്നു ഫസ്റ്റ് ജനറേഷനിൽ Audi Q5 പുറത്തിറക്കിയിട്ടുള്ളത്. 2018 ശേഷം ഒരുപാട് മാറ്റങ്ങളുമായിട്ട് Audi Q5 ഈ ഒരു വാഹനത്തെ പുറത്തിറക്കി. അതായത് ഹെഡ് ലാമ്പിൽ മാറ്റം വന്നു, ബമ്പറിൽ മാറ്റം വന്നു, ഇൻറ്റീരിയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒട്ടനവധി മാറ്റങ്ങളോടെയാണ് Audi Q5 ഈ ഒരു വാഹനത്തിന് 2018 പുറത്തിറക്കിയത്. ഓഡിയിൽ തന്നെ Audi Q3 എന്ന് പറയുന്ന ഇതിൻ്റെ തൊട്ട് മുന്നിട്ട് വേരിയൻ്റാണ് Audi Q3. Audi Q3 SUV മോഡലുകളിൽ ഓഡിയുടെ സ്റ്റാർട്ടിംഗ് എൻട്രി ലെവൽ മോഡലാണ് Audi Q3. Audi Q3ക്ക് ശേഷം Audi Q5 എന്ന് പറയുന്നത് ഒന്നുകൂടി ലക്ഷറി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ Audi Q5. Audi Q3 എൻട്രി ലെവൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ പോരായ്മകൾക്ക് Audi Q3ക്ക് ഉണ്ട്. അതിൽ നിന്നൊക്കെ Audi തരണം ചെയ്തിട്ടാണ് Audi Q5 ഈ ഒരു മോഡൽ അത്യാവശ്യം ലക്ഷറി ആയിട്ട് തന്നെയാണ് ഈ ഒരു Audi Q5 പുറത്തിറക്കിയിട്ടുള്ളത്. ഈ ഒരു വാഹനം 2018 മോഡൽ 19 രജിസ്ട്രേഷനിൽ പ്രീമിയം പ്ലസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്ന വെറും 61,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് ഈ ഒരു വാഹനം. ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ഉദ്ദേശിക്കുന്നത് 34,90,000 രൂപയ്ക്ക് ന്യൂ ഷേപ്പിൽ വരുന്ന ഈ ഒരു വാഹനം നമുക്ക് കൊടുക്കാൻ കഴിയും. ഈ ഒരു വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് PY3 ആണ്, അതായത് മാഹി രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ് ഈ ഒരു വാഹനം. അതായത് കണ്ണൂർ, കാസർഗോഡ് സൈഡിലെ ആളുകൾക്കൊക്കെ ഏറ്റവും സുഖമായിട്ട് ഈ വാഹനം ഉപയോഗിക്കാൻ കഴിയും. കാരണം PY3 ആവുന്നതുകൊണ്ട്, മാഹി രജിസ്ട്രേഷൻ ആവുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരുവിധ ആളുകൾക്കൊക്കെ അവിടെ അഡ്രസ്സ് ഉള്ളതാണ്. അങ്ങനത്തെ ആളുകൾക്കൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇതിന്ന് കേരള വാഹനമാണെന്നുണ്ടെങ്കിൽ ഏകദേശം 40 രൂപേൻ്റെ മേലെ ഇതിന് വാഹനത്തിന് പ്രൈസ് വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ബെൻസിൻ്റെ GLC 220D ഫോർമാറ്റിക് ഓപ്ഷൻ, അതായത് ഈ ഒരു വാഹനവും 4 വീൽ ഡ്രൈവ് വരുന്ന വാഹനമാണ് Audi Q5. ഈ ഒരു വാഹനം 2018 മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന GLC 220D, അതായത് ബെൻസിൻ്റെ SUV മോഡലുകളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വാഹനമാണ് GLC 220. 2018 ചെറിയ ഫേസ് ലിഫ്റ്റോട് വന്ന വാഹനമാണ് GLC 220. ഇൻറ്റീരിയറിലൊക്കെ ചെറിയ ചെറിയ വ്യത്യസ്തങ്ങൾ ഈ ഒരു മോഡലിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഡീസലിൽ ഏകദേശം ഒരു 16-17 കിലോമീറ്റർ സുഖമായിട്ട് മൈലേജ് കിട്ടുന്ന വാഹനമാണ് GLC 220. മെയിൻ്റനൻസിൻ്റെ ലെവൽ നോക്കുകയാണെങ്കിലും പൊതുവെ പ്രീമിയം വാഹനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കുറഞ്ഞൊരു കുറവിലാണ് GLC 220ൻ്റെ മെയിൻ്റനൻസ് വരുന്നത്. ഈ ഒരു വാഹനം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 80,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പാണ്. ബെൻസിൻ്റെ SUV മോഡലുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വാഹനം SUV മോഡലുകൾ ബെൻസ് പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് എൻട്രി ലെവൽ SUV ആയ GLA 200 ശേഷം ഇറങ്ങിയ വാഹനമാണ് GLC 220. GLCക്ക് ശേഷം ഒന്നുപാട് ലക്ഷറി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ML 350 2015 വരെ ബെൻസ് പുറത്തിറക്കി. 2015 ശേഷം 16 മോഡലിൽ ബെൻസിൻ്റെ GLE 250, 350 എന്ന് പറയുന്ന വേരിയൻറ്റുകൾ ഒന്നുപാട് ലക്ഷറി ആയിട്ട് ബെൻസ് പുറത്തിറക്കി. പിന്നെ MPV മോഡലിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 7 സീറ്റർ വാഹനങ്ങളായ GL, GLS, പിന്നെ മേബാക്ക് സീരീസുകളൊക്കെ ബെൻസ് പുറത്തിറക്കി. അതിൽ നിന്നൊക്കെ ഏറ്റവും മെയിൻ്റനൻസ് കുറഞ്ഞ് ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾക്ക് പറ്റിയ വാഹനമാണ് GLC 220. 2018 മോഡൽ വരുന്ന ഈ ഒരു വാഹനം നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് 39,70,000 രൂപയ്ക്ക് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വാഹനം നമുക്ക് കൊടുക്കാൻ കഴിയും. അടുത്തതായിട്ട് നമുക്ക് കാണിക്കാൻ പോകുന്നത് BMW X1. അതായത് X1 2011, 12, 13, 14, 15 ഈ ഒരു കാലഘട്ടങ്ങളിൽ ഇറങ്ങിയതൊരു SUV ആണോ ചോദിച്ചാൽ SUV ആണ്, സഡാനാണോ ചോദിച്ചാൽ സഡാനാണ്. അങ്ങനെ മോഡലിനെയാണ് BMW X1 പുറത്തിറക്കിയത്. പക്ഷേ 2016 ശേഷം BMW ഒട്ടനവധി മാറ്റങ്ങൾ കൂടിയാണ് BMW എൻട്രി ലെവൽ SUV മോഡലായ X1 BMW പുറത്തിറങ്ങിയത്. അതായത്
വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ഒക്കെ കംപ്ലീറ്റ് ചേഞ്ചോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനം പുറത്തിറങ്ങിയത്. ഈ വാഹനം ഇറങ്ങിയതിന് ശേഷം അന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന SUV മോഡലുകളൊക്കെ തരണം ചെയ്തുകൊണ്ട് ഏറ്റവും മുൻപന്തിയിൽ ഈ വാഹനം എത്തുകയും ചെയ്തു. അതായത് അന്ന് ഇറങ്ങിയ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു സെഡാൻ്റെ ഷേപ്പിലാണ് ഫസ്റ്റ് X1 പുറത്തിറങ്ങിയത്. പക്ഷേ 2016 ഈ ഒരു വാഹനം പുറത്തിറങ്ങിയപ്പോൾ വാഹനപ്രേമികൾ കംപ്ലീറ്റ് ആളുകളും ഈ വാഹനത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു വാഹനത്തെ ഡീറ്റെയിൽസ് വരികയാണെന്നുണ്ടെങ്കിൽ 2017 വന്ന ന്യൂ ഷേപ്പിൽ വന്ന വാഹനം 55,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പാണ് ഈ ഒരു വാഹനം വരുന്നത്. മേജറായിട്ട് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് വരുന്നില്ല. ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് 26,70,75,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ലാൻഡ് റോവർ ഒരുപാട് വാഹനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ ലാൻഡ് റോവറിൻ്റെ ലക്ഷറി സെഗ്മെൻ്റായ ലാൻഡ് റോവറിൻ്റെ റേഞ്ച് റോവർ ഇവോക്കാണ് ഈ ഒരു വാഹനം. ലാൻഡ് റോവർ ഏകദേശം ഫസ്റ്റ് വേരിയൻറ്റ് ഫ്രീ ലാൻഡർ, ഇവോക്ക്, പിന്നെ റേഞ്ച് റോവറിൻ്റെ സ്പോട്ട്, വോഗ്, അങ്ങനെ ഒരുപാട് വേരിയൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. റേഞ്ച് റോവറിൻ്റെ സ്പോട്ട്, വോഗ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും ലക്ഷറി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന വാഹനങ്ങളാണ് സ്പോട്ടും വോഗൊക്കെ. അതിനൊക്കെ മെയിൻ്റനൻസ് കുറഞ്ഞ ഒരു റേഞ്ച് റോവർ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ പറ്റൊരു വാഹനം റേഞ്ച് റോവറിൻ്റെ ഇവോക്ക്. അതായത് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം 2.2 4 സിലിണ്ടർ എഞ്ചിൻ വരുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മൈലേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും മെയിൻ്റനൻസ് നോക്കുകയാണെങ്കിലും ഒക്കെ റേഞ്ച് റോവറിൻ്റെ മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് ഈ ഒരു വാഹനം. ഇതിൻ്റെ ഇപ്പോൾ റേഞ്ച് റോവറിൽ തന്നെ ഇപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത വേരിയൻ്റാണ് റേഞ്ച് റോവറിൻ്റെ സ്പോട്ട്, റേഞ്ച് റോവറിൻ്റെ വെളാറ്, റേഞ്ച് റോവറിൻ്റെ വോഗ്. ആ വാഹനങ്ങളൊക്കെ അടിപൊളിയായിട്ട് വാഹനങ്ങളാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കോടിക്ക് മേലെ പുതിയ വാഹനങ്ങൾക്ക് റേറ്റ് വരുന്ന വാഹനങ്ങളാണ്. ആ വാഹനങ്ങൾക്കൊക്കെ അതിൻ്റേതായ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആ വാഹനങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ റേഞ്ച് റോവർ കുറഞ്ഞ ഒരു മെയിൻ്റനൻസ് ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ പറ്റിയൊരു വാഹനമാണ് റേഞ്ച് റോവറിൻ്റെ ഇവോക്ക്. ഈ ഒരു വാഹനം ഡൽഹി രജിസ്ട്രേഷനിൽ നിന്നും ഓൾറെഡി കേരള രജിസ്ട്രേഷനിലോട്ട് മാറ്റിയ വാഹനമാണ്. ഈ വാഹനം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 75,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന ഈ ഒരു വാഹനം നമുക്ക് 22,90,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഈ 4 വാഹനങ്ങളും സെയിലിനുള്ള വാഹനങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വാഹനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഷോറൂമിലേക്ക് വരുന്നവർക്ക് നമ്മളെ താഴെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം വരിക. കാരണം ഈ വാഹനങ്ങളൊക്കെ നിലവിൽ ഇപ്പോൾ X1 ഷോറൂമിൽ വാഹനമുള്ളൂ. റേഞ്ച് റോവർ ഡിവോക്ക് നമ്മളെ 2 വാഹനങ്ങളുണ്ട്. അതുപോലെ Audi Q5 ഒരു വണ്ടിയുള്ളൂ. GLC 220 ഈ ഒരു വാഹനങ്ങൾ സ്റ്റോക്കുള്ളൂ. അപ്പോൾ വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം വരിക. ഈ ഒരു 4 വാഹനങ്ങൾ നിങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം എടുത്താൽ മതി. അത്രയും നമുക്ക് ഗ്യാരണ്ടി ക്വാളിറ്റിയും പറയുന്ന വാഹനങ്ങളാണ് ഈ ഒരു 4 വാഹനങ്ങളും. കിലോമീറ്റർ ഇവോക്ക് ഓടിയിട്ടുള്ളത് 70,000 കിലോമീറ്ററാണ്. ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് 55,000 കിലോമീറ്ററാണ്. ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് 85,000 കിലോമീറ്ററാണ്. Audi Q5 ഓടിയിട്ടുള്ളത് 60,000 കിലോമീറ്ററാണ്. 4 വാഹനങ്ങളും പ്രീമിയം വാഹനങ്ങളുടെ SUV മോഡൽ അപേക്ഷിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിടക്കാൻ കഴിയുന്ന, എല്ലാവരെ കൊണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിടക്കാൻ കഴിയുന്ന വാഹനങ്ങളാണ് ഈ 4 വാഹനങ്ങളും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ഈ വാഹനങ്ങളൊക്കെ വാങ്ങാൻ വരുന്നവർ തീർച്ചയായിട്ടും നമ്മളെ താഴെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം വരിക. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ രീതിയിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമിക്കുക. എന്താണ് തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.